അത്തോളി പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി ഭവന് മുൻപിൽ ധർണാ സമരം നടത്തി. അത്തോളി പഞ്ചായത്തിലെ നിലാവ് പദ്ധതിക്ക് ആവശ്യമായ LED ലൈറ്റുകൾ അനുവദിക്കാത്ത KSEBയുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് സമരം. അത്തോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാജൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. അത്തോളി ഗ്രാമപഞ്ചായത്തിലെ നിലാവ് പദ്ധതിക്ക് ആവശ്യമായ LED ലൈറ്റുകൾ അനുവദിക്കാത്ത KSEBയുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് അത്തോളി പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി ഭവന് മുമ്പിൽ ധർണ നടത്തിയത്. ധർണ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാജൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് CK റിജേഷ് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ഷാജി സുധാകരെ കണ്ട് പ്രശ്നം ചർച്ച ചെയ്തെങ്കിലും തിരുവനന്തപുരത്ത് ബന്ധപ്പെടാനായിരുന്നു നിർദ്ദേശം. നിലാവ് പദ്ധതിയിലെ കേടായ LED ബൾബുകൾ സമയബന്ധിതമായി മാറ്റി നൽകുക, ഗുണനിലവാരമുള്ള ബൾബുകൾ വിതരണം ചെയ്യുക, അത്തോളിക്ക് 240 ബൾബുകൾ ഉടൻ നൽകുക എന്നിവയാണ് ഭരണസമിതി ഉന്നയിച്ച ആവശ്യങ്ങൾ. തെരുവ് വിളക്കുകൾ LED ആക്കുന്ന നിലാവ് പദ്ധതി 2021 സംസ്ഥാന സർക്കാർ ആരംഭിച്ചത്. ഇതിനുവേണ്ടി KSEBയും തദ്ദേശ ഭരണ വകുപ്പും കേന്ദ്ര ഏജൻസിയായ EAS ചേർന്നുണ്ടാക്കിയ കരാർ പ്രകാരമാണ് നിലാവ് നടപ്പാക്കുന്നത്. പക്ഷേ കേടായ ലൈറ്റുകൾ കരാർ പ്രകാരം ഏജൻസിയായ EASൽ വിതരണം ചെയ്യാത്തതാണ് നിലാവ് പദ്ധതിയെ തകിടം മറിച്ചത്. പഞ്ചായത്തുകൾ ലൈറ്റുകളുടെ എണ്ണം അനുസരിച്ച് വർഷം തോറും പണം അടയ്ക്കുന്നുണ്ട്. അത്തോളി ഗ്രാമപഞ്ചായത്ത് 2 ലക്ഷം രൂപയാണ് അടയ്ക്കുന്നത്. സംസ്ഥാനമൊട്ടാകെ ഈ പദ്ധതി പരാജയമാണെന്നാണ് വിവിധ പഞ്ചായത്ത് ഭരണസമിതികൾ പറയുന്നത്. ധർണാ സമരത്തിന് സുനീഷ് നടുവിലയിൽ, ഷീബ രാമചന്ദ്രൻ, AM സരിത, ശാന്തി മാവീട്ടിൽ, വാസവൻ പൊയിലിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.